എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൻസിയുടെ കുറച്ച് ഐറ്റംസ് ആണ്. അതിൽ കുറച്ച് മാലകൾ മാത്രമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു മാല കെട്ടണം, അത് സ്വർണം അല്ലെങ്കിൽ ഒരു മോശം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ കാലഘട്ടം മാറിയതോടൊപ്പം ട്രെൻഡ് മാറി. ഇന്ന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം ഇടുന്നതാണ് മോശം. കാരണം എല്ലാവരും വാങ്ങിക്കുന്നത് സ്വർണ്ണമല്ല, എല്ലാം ഇമിറ്റേഷന്റെ സാധനങ്ങള് അല്ലെങ്കിൽ മുത്തുകൊണ്ടുള്ള മാലകള്, അതൊക്കെയാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോ അങ്ങനത്തെ മാലകളുടെ ഒരു ട്രെൻഡാണ്. നമ്മളൊരു ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ സാരിയുടെ മാച്ച് ഒത്തിട്ടുള്ള മാലകള് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് മാലകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പല പല മാലകളാണ്, പല പല വിലയുമാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് മാല എന്ന് പറയുന്നത് ഇതുപോലെ നിറച്ച് ഈ ചെറിയ ചെറിയ പേളിന്റെ മുത്തിന്റെ മണികളാണ്. മുത്തും ഗോൾഡനും ആയിട്ടുള്ള എത്ര ലെയറാണെന്നറിയോ? ഇത് 8 ലെയർ ഉണ്ട് ഒരു വശത്ത്. 8 ലെയറിൽ കിടക്കുന്ന മാലയാണ് ഇത്. കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്നതല്ല കേട്ടോ, കാണുമ്പോ അറിയാലോ, കുറച്ച് ലെങ്തില് കിടക്കുന്ന മാലയാണ്. ഇതിന്റെ മുകൾ വശത്തേക്ക് വരുമ്പോ ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ചെറിയ ചെറിയ ഇഴകള്. ഇതിന്റെ ബാക്ക് സൈഡിലുള്ള കൊളുത്ത് ഇതുപോലെയാണ്. പിന്നെ 2 പേളിന്റെ മുത്ത് അറ്റത്ത്. ഇത് നല്ല ഭംഗിയാണ്. ഈ മാലയൊക്കെ ഇടുമ്പോ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള മാലയുമായി എന്ന പേളിന്റെ മാലയായി. കണ്ടോ? പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് വയർപ്പൊക്കെ ഇപ്പൊ പ്രത്യേകിച്ചും ഭയങ്കര ചൂടുകാലല്ലേ, അപ്പൊ നമ്മള് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോ ഇട്ടുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോ നല്ലൊരു പണ്ടത്തെ ഒക്കെ ഓയിൽ സാരി എന്ന് പറയില്ലേ, അങ്ങനത്തെ കനം കുറഞ്ഞ ക്ലോത്ത്, അതല്ലെങ്കിൽ പിന്നെന്താ ഈ കണ്ണാടിയൊക്കെ തുറക്കുന്ന തുണിയില്ലേ, അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയില് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഒരു ചെപ്പിലാക്കി എടുത്തു വെക്കുക. കാരണം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ് അതിന്റെ കാലാവധി നീണ്ടു കിട്ടുന്നത്. അപ്പോ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലൈഫ് സ്പാൻ കുറേയും കൂടി വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഇത് ഇതുപോലെ പരന്ന് കിടക്കണം എന്നില്ല കേട്ടോ. ഞാനിത് ഈ 8 ഇഴ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് 8 ഇഴ ഇങ്ങനെ കാണിച്ചതാണ്. ഇത് ഇടുമ്പോ ഇങ്ങനെ പരന്ന് കിടക്കണം എന്നില്ല, ഇങ്ങനെ ഒരുമിച്ചാണ് ഇത് കിടക്കുക. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850, 850. അടുത്ത മാല എന്ന് പറയുന്നത് നല്ല പേളിൽ വന്നിരിക്കുന്ന മാലയാണ്. ഇത് കാണുമ്പോ അറിയുന്നുണ്ടല്ലോ, ആ പേളിന്റെ ഒരു തിളക്കം കണ്ടോ? ഇത് നല്ല പേളാണ്, നല്ല ഭംഗിയാണ്. ഇതും വണ്ണൊക്കെ ഉള്ള ആളുകളുടെ, ഇപ്പൊ എന്റെയൊക്കെ കഴുത്ത് നല്ല വണ്ണമുള്ളതാണ്. അപ്പൊ എന്റെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിന് റൗണ്ട് ചെയ്തല്ല, കുറച്ചുകൂടി ഈ ചുരിദാറിന്റെ നെക്കിന്റെ അവിടെ വരെയൊക്കെ നീളത്തില് കിടക്കും. വണ്ണമില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി എറിഞ്ഞു കിടക്കും. ഇതിന്റെ ഈ തിളക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല പേളാണ്, നല്ല ഭംഗിയാണ്. ഈ പേള് റൗണ്ട് മണികളാണ് കേട്ടോ. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480, 480. നെക്സ്റ്റ് മാല വന്നിരിക്കുന്നതും പേളിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇതിന്റെ ഈ ബീഡ്സ് നേരത്തെ കാണിച്ചത് റൗണ്ട് ആയിരുന്നു, പക്ഷെ ഇതിന്റെ ബീഡ്സിന് വേറൊരു ഷേപ്പാണ് കേട്ടോ. ഒരു ഓവൽ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഇതിന്റെ ബീഡ്സ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മാലയുടെ പേളിനേക്കാൾ കൂടിയ പേളാണ് ഇത്. ഇത് ലെങ്ത് ഒക്കെ സെയിം തന്നെ വരും. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 730, 730. നെക്സ്റ്റ് മാല വന്നിരിക്കുന്നത് ഇതും ഒരു 3 ലെയർ ആയിട്ടുള്ള മാലയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ലെയർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇടുമ്പോ ഇങ്ങനെ ഒതുങ്ങി കിടക്കും കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് 3 കളറ്, അതായത് മുകളിൽ ഒരു ഷാമ്പയിൻ പിങ്ക്, പിന്നെ കുറച്ച് ഗോൾഡ് ചെയിൻ, പിന്നെ ചെറിയ ചെറിയ പേള്, പിന്നെ വീണ്ടും ഗോൾഡൻ ചെയിൻ, നല്ലൊരു സീ ഗ്രീൻ കളറിലുള്ള മുത്തുകളാണ്. പിന്നെ വീണ്ടും ചെയിൻ, പേള്, ഷാമ്പയിൻ പിങ്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന മാലയാണ്. ഇത് നമുക്ക് ഒരു 50+ ഒക്കെ ആയി ഒരു മാല, ഇപ്പൊ താലിമാലയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണിത്. ഇനിയിപ്പോ വേറെ മാലകളൊന്നും ഇല്ല, ഈ ഒരു മാല ഇട്ടാലും നല്ലൊരു ഭംഗിയാണ്. കാരണം ഇതിൽ 3 കളറുണ്ട്. അപ്പൊ ഈ 3 കളറിലുള്ള സാരികൾക്കും ഇത് മാച്ച് ആയിട്ട് പോകുന്നതാണ്. ഇതൊക്കെ നല്ല ലെങ്ത് ഉള്ള മാലയാണ്. ഇപ്പൊ ഞാൻ ഇത് ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഇടുമ്പോ കണ്ടോ, ഞാൻ ഇത്രയ്ക്കും ബാക്കിൽ പിടിച്ചിട്ടുണ്ട്, എന്നിട്ടും അതിന് ഇത്രയ്ക്കും ലെങ്ത് ഉണ്ട്. അപ്പോ
ഇത് നമുക്ക് നല്ലൊരു മാലയാണ്, നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 420, 420 രൂപ. നെക്സ്റ്റ് മാല വന്നിരിക്കുന്നത്, ഇത് ഈ കല്ലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് നല്ല ക്വാളിറ്റി ഉള്ള കല്ലുകളാണ്. നമുക്ക് ഈ കളറ് ഒരു ഡ്രസ്സിന്റെ കൂടെ ഈ ഒരു മാല മാത്രം മതി ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനായിട്ട്. ഇത് ഒരു സീ ബ്ലൂ ഗ്രീനും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. ബ്ലൂ ആണ് ഇതിൽ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള കട്ടിയുള്ള കല്ലും, എന്നാ മാലയ്ക്ക് ഇറങ്ങി അത്ര വെയിറ്റ് ഇല്ല, എന്നാ നല്ലൊരു തിളക്കാണ് ഈ സാധനങ്ങൾക്കൊക്കെ. ഇങ്ങനത്തെ ഈ കല്ലുകൾക്ക് നല്ല ഭംഗിയുള്ള ഒരു മാല, നീളത്തിലുള്ള മാലയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലത്തെ കൊളുത്താണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാം, കണ്ടോ? ഇതും അതെ, ഇത്രയ്ക്ക് ഞാൻ ബാക്കിലേക്ക് പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇത്രയ്ക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള മാലയാണ്, നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാലയാണ്. ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണല്ലോ ഓരോ മാലകൾക്കും പൈസ വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1050 രൂപയാണ്, 1050. ഇനി ഇതിൽ തന്നെ ഒരു ഷെയ്ഡ് കൂടി ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഷാമ്പെയിൻ പിങ്ക് എന്നോ ബേബി പിങ്ക് എന്നോ പറയാം. ബേബി പിങ്ക് അല്ല, ഷാമ്പെയിൻ പിങ്ക് തന്നെയാണ്. ഇത് സെയിം കളർ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത മാല വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ തന്നെ ഒരു സീ ബ്ലൂ ഷെയ്ഡും ബ്ലൂവും ഗ്രീനും കൂടി ഒരു മിക്സ് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ഇതിൽ ബ്ലൂവിന്റെ ഒരു ടിന്റാണ് വരുന്നത്. അപ്പൊ രണ്ട് മണി, അങ്ങനെ അതിന്റെ നടുവിൽ ഒരു പേള്, വീണ്ടും ഒരു ഗോൾഡന്റെ ചെയിൻ, അങ്ങനെ പോയിരിക്കുന്ന ഒരു മാലയാണ് ഇത്. ഇതിന് ഞാൻ നേരത്തെ കാണിച്ച മാലകളുടെ അത്രയ്ക്ക് ഇറക്കില്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഇറക്കാണ്. എന്നാൽ കഴുത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന വലിപ്പല്ല, അതിനേക്കാൾ കുറച്ചുകൂടി നീളം. ഇത് ഞാൻ വെച്ച് കാണിക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലും എന്താ ഇതുപോലെയുള്ള കൊളുത്താണ് വന്നിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെ കിടക്കുന്ന മാലയാണത്. ഇതും നല്ല ഭംഗിയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 250, 250. ഇതിൽ തന്നെ ഒരു കളർ കൂടി അവൈലബിൾ ആണ്. ഇപ്പൊ ആദ്യം കാണിച്ചത് ഈ സീ ബ്ലൂ കളറ്. ഇനി അതില് അടുത്തത് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഷാമ്പെയിൻ പിങ്കും ഒരു പേളിന്റെ മുത്തും, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 2 കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 250. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാല. അതിന്റെ ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇതിനേലും കുറച്ചും കൂടി വലിപ്പവും കനവും ഉണ്ടായിരുന്നു. ഇത് അതിന്റെ തന്നെ കുറച്ച് കനം കുറവുള്ള മാലയാണ്. പിന്നെ അതിന്റെ ഷേപ്പിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇതിന്റെ ഷേപ്പിന്. അത്രയ്ക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ലോങ് ചെയിൻ തന്നെയാണ് ഇതും. ഇതിന്റെയും ബാക്ക് സൈഡിൽ കൊളുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ ഉള്ള കൊളുത്താണ്. ഇതും ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഒരു ഷാമ്പെയിൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 640, 640. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാല. അതിന്റെ ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇതിനേലും കുറച്ചും കൂടി വലിപ്പവും കനവും ഉണ്ടായിരുന്നു. ഇത് അതിന്റെ തന്നെ കുറച്ച് കനം കുറവുള്ള മാലയാണ്. പിന്നെ അതിന്റെ ഷേപ്പിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇതിന്റെ ഷേപ്പിന്. അത്രയ്ക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ലോങ് ചെയിൻ തന്നെയാണ് ഇതും. ഇതിന്റെയും ബാക്ക് സൈഡിൽ കൊളുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ ഉള്ള കൊളുത്താണ്. ഇതും ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഒരു ഷാമ്പെയിൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 640, 640. മാല വന്നിരിക്കുന്നത് പേളും പിന്നെ ആ ഷാമ്പെയിൻ പിങ്ക് കളറ്, വീണ്ടും പേള്, പിന്നെ ഈ സീ ബ്ലൂ കളറ്, അങ്ങനെ 3 തരം പേളും പിന്നെ 2 തരം സ്റ്റോണും അങ്ങനെ കലർന്നു വന്നിരിക്കുന്നതാണിത്. ഇതും ലോങ്ങിൽ കിടക്കുന്ന ലോങ് ചെയിൻ തന്നെയാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നതും ഇതുപോലെയുള്ള കൊളുത്താണ് വന്നിരിക്കുന്നത്. ഇത് കഴുത്തിലിടുമ്പോ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ നല്ല ഭംഗിയാട്ടാ. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോ ഈ മാല മാത്രം ഇട്ടാൽ മതി. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 400 രൂപ. മാല വന്നിരിക്കുന്നത് ഒരു കളറും പേളിന്റെ മുത്തും പിന്നെ ഇതുപോലത്തെ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇതിനേൽ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചതിൽ 2 കളർ ഉണ്ടായിരുന്നു. ഇതില് ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോ 3 അല്ലെങ്കിൽ 4 പേളിന്റെ മുത്ത്, പിന്നെ ഒരു സീ ബ്ലൂ കളർ കല്ല്, പിന്നെ വീണ്ടും അങ്ങനെ
ഇടവിട്ടിട്ടാണ് ഈ മാലയും വന്നിരിക്കുന്നത്. ഇതും ഒരു ലോങ്ങിൽ കിടക്കുന്ന മാല തന്നെയാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇത് നമ്മൾ കഴുത്തിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 370, 370. നെക്സ്റ്റ് മാല വന്നിരിക്കുന്നത് നോക്ക്, എന്തൊരു ഭംഗിയുള്ള ഒരു മാലയാണ്. ഇത് ഒരെണ്ണം ഇട്ടാ മതി ഫംഗ്ഷന് പോകുമ്പോ. ഇത് ഇങ്ങനെ പരന്ന് തന്നെയാണ് കിടക്കുക. ഇതില് 2 നിര, ഏറ്റവും ഉള്ളിലും ഔട്ടറിലും ഉള്ളത് പേളിന്റെ ലെയർ ആണ്. സെന്ററിൽ വന്നിരിക്കുന്നത് ഈ ഷാമ്പയിൻ പിങ്കിന്റെ സ്റ്റോണുകളാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ലൊരു എടുപ്പാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ 3 ലെയറും കൂടി ഇതിങ്ങനെ ഒരു കൊളുത്താണ്. എന്നിട്ട് ബാക്ക് സൈഡിൽ വരുന്നത് ഇതുപോലത്തെ കൊളുത്തും ബാക്ക് സൈഡിലത്തെ. ഇത് ഞാൻ ഇട്ട് കാണിക്കാം, അപ്പോഴാണ് ആ ഭംഗി മനസ്സിലാവുക. ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850, 850. അടുത്തൊരു മാല എന്ന് പറയുന്നത് പേളിന്റെ മറ്റേ മുത്തിന്റെ പോലെ അങ്ങനെ കനമുള്ളതല്ല. ഇത് വേറൊരു ഷേപ്പും കനം കുറവുമാണത്. ഇതും ഇതുപോലെ തന്നെ നീളത്തിൽ കിടക്കുന്ന ഒരു മാലയാണ്. ഇത് നമുക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 320. അടുത്ത മാല വന്നിരിക്കുന്നത് ഇതൊരു റോയൽ ബ്ലൂ കളറില്, റോയൽ ബ്ലൂ കല്ലാണ്. ഒരു ഗോൾഡൻ ചെയിൻ, ഒരു ഗോൾഡൻ റോയൽ ബ്ലൂ സ്റ്റോൺ, പിന്നെ വീണ്ടും ഗോൾഡൻ ചെയിൻ, വീണ്ടും അങ്ങനെ വന്നിട്ട് ഇവിടെ 5 ചുറ്റാണ് ഈ ചെറിയ ചെറിയ പേളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിന് കമ്മല് കൂടി ഉണ്ട്, കണ്ടോ. ഇതാണ് ഇതിന്റെ കമ്മല്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇത് ഞാൻ ഇതിൽ വെച്ച് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ കിടക്കും. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു റോയൽ ബ്ലൂ സ്റ്റോണുകളല്ലേ. പിന്നെ ഇനി ഇതിൽ വന്നിരിക്കുന്ന കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ആണ്. ഞാൻ കവറിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. ഇത് ബ്ലാക്ക് ആണ് ഷെയ്ഡ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. ഇത് വരുമ്പോ ഒരു റെഡും ബ്ലാക്കും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ മാല വന്നിരിക്കുന്നത്. അപ്പൊ 3 എണ്ണാണ് ഇങ്ങനത്തെ മാലകളിലുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത മാല എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഒരു തരം സ്റ്റോണുകളാണ്. ഇതൊക്കെ നല്ല സ്റ്റോണാണ്, കൂടിയ സ്റ്റോണുകളാണ്. ഇതിന് ഇത്രയ്ക്കാണ് ഇറക്കമുള്ളത്. അതിപ്പോ ഞാനിപ്പോ ഇതിൽ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇത് എല്ലാം ഇതില് ഓരോന്നാട്ടാ. ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഒരു കെട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഒരെണ്ണം മാത്രമായിട്ട് ഇടാം. ഇതാ ഒരെണ്ണം മാത്രമായിട്ട് ഇടുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഇത്രയ്ക്കാണ് ഇതിൽ നീളം വരുള്ളൂ. ഒരുപാട് നീളമല്ല, പക്ഷെ നമ്മളുടെ ബ്ലൗസിന്റെ കഴുത്തിന്റെ അവിടെ വരെയൊക്കെ നീളം വരുന്നതാണ്. ഇതില് ഇതൊരു മാല കണ്ടോ, നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. പിന്നത്തെ ഒരു മാല വരുന്നത് നോക്ക്, ഇതില് ഈ സ്റ്റോണുകൾക്ക് തന്നെ ഒരു ഗ്ലിറ്റർ ഉണ്ട്. പിന്നെ വരുന്ന ഒരു മാല എന്ന് പറയുന്നത് ഇതില് മൾട്ടി കളറുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മാല എന്ന് പറയുന്നത് ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ട്. അപ്പൊ ഇങ്ങനെ 4 മാലകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 250, 250. നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് ചോക്കറാണ്. കണ്ടോ, ഇത് ആന്റിക്കില് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ സ്റ്റോണുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പണികളുള്ള ഒരു ആന്റിക്കിന്റെ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ. ഇത് നമുക്ക് ഇത് ഇട്ട് കാണിക്കാട്ടോ, അപ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുക. കണ്ട, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു ചോക്കറാണിത്. ആന്റിക്കില് വന്നിരിക്കുന്ന മാലയാണ്. പിന്നെ ഇതിന് വിത്ത് കമ്മലും കൂടി ഉണ്ട് കേട്ടോ. കമ്മല് കണ്ടോ, ഇതേപോലെയാണ് കമ്മലിന്റെ റൗണ്ട് ആണ് കേട്ടോ കമ്മല്. ഒരു പച്ചക്കല്ലും. ഇങ്ങനെയാണ് ഈ കമ്മല് വരുന്നത്. അപ്പൊ ഇപ്പൊക്കെ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു സംഭവമാണ് ഈ ചോക്കറ്. ഫംഗ്ഷനുകൾക്കൊക്കെ കുട്ടികള്, അതായത് യൂത്ത് കുട്ടികള്, ഇപ്പോ കല്യാണം കഴിച്ച കുട്ടികള്, അതുപോലെ വണ്ണം കുറഞ്ഞ കഴുത്തിലൊക്കെ വെക്കുന്നതാണ് ഈ ചോക്കറുകൾ ഏറ്റവും ഭംഗി. നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ മാലകള് ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചോക്കറുകളാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 999. ഈ ചോക്കർ എന്ന് പറയുന്നത്
നല്ല ഭംഗിയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല എന്തൊരു ഭംഗിയുള്ള ചോക്കറാണ്. ലൈറ്റ് ഷാമ്പയിൻ പിങ്കിന്റെ സ്റ്റോണുകളാണ് ഇതിലിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ കണ്ടോ. ഇത് ഞാൻ വെച്ച് കാണിക്കാം. എന്തിനാണ് വെച്ച് കാണിക്കുന്നത് വെച്ചാൽ വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുക. കണ്ടോ, ഇത് ഇപ്പൊ കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കുന്ന നോക്കണ്ട കേട്ടോ. ഇതിന്റെ കഴുത്തിന് വളരെ വണ്ണം കുറവാണ്. നമ്മളുടെ കഴുത്തിൽ വെക്കുമ്പോ ഇത് കഴുത്തിന് ചുറ്റും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് റൗണ്ടില് ചോക്കറിനെ പോലെ ഇരിക്കുന്നതാണ്. ഇതിന്റെ ബാക്കിൽ ത്രെഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ഇനി ഇതിന് കമ്മല് കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ കമ്മല്. 2 കമ്മല് ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ഇത് ചോക്കർ എന്ന് പറയുന്നത് ഇതില് 2 തരം കല്ലുകൾ, അതായത് ഷാമ്പയിൻ പിങ്കും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള കല്ലുകള്, പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ ഉള്ളത് ഒരു ഫ്ലവർ കണ്ടോ. നല്ല ഭംഗിയാണ്. ഞാൻ ഇത് വെച്ച് കാണിക്കാം. ഇങ്ങനെ ഇരിക്കും. ഇതും നമ്മളുടെ കഴുത്തിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരിക്കുന്ന ഒരു ചോക്കറാണ്. പിന്നെ ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ കമ്മല് മുകളിൽ ഒരു ഫ്ലവർ, താഴെ ഈ ഒരു കല്ല്. 2 കമ്മല് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. ഇത് നമ്മളുടെ കഴുത്തിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതില് മൾട്ടി കളറാണ്. ഈ 2 കളറും ഇതില് അവൈലബിൾ ആണ്. അപ്പൊ ഈ കളർ സാരി ആയാലും ഈ കളർ സാരി ആയാലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത ചോക്കറിന്റെ ഡിസൈൻ കണ്ടോ. ഇതുപോലെ ഇത് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ അല്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. സ്ക്വയർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു ലൈറ്റ് ഗ്രീൻ അല്ല, ഒരു സീ ബ്ലൂ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കളറ്. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ ഇതുപോലെ റൗണ്ട് ഒരു മുട്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ്. ഇത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്. ഇത് പുതിയത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇത് കണ്ടോ, കഴുത്തിൽ കെട്ടുമ്പോ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ ഇതിന്റെ കമ്മൽ എന്ന് പറയുന്നത് ഇത് ഈ സ്ക്വയർ ആണ്. ഇതിലുള്ള ഒരു കട്ടയാണ് ഇതിന്റെ ഒരു കമ്മൽ എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് ഈ മാല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ഇതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ്. ഞാൻ കവറിൽ നിന്ന് എടുത്തിട്ടില്ല. എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. ഇതില് ഈ സീ ബ്ലൂ കളറ് സ്റ്റോൺ വന്നതിന് പകരം ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഷാമ്പയിൻ പിങ്ക് കളറാണ്. അത്ര മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇതിന്റെ കമ്മല് വരുന്നത് ഈ ഷാമ്പയിൻ പിങ്ക് വെച്ച ഒരു സ്ക്വയർ, ഒരു കട്ട, അത്ര മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളൂ. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1150. ഇതങ്ങനെ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ചോക്കറിന്റെ ഒരു ഡിസൈൻ അല്ല, പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമ്മളൊരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആര് നോക്കും, അത്ര നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1150. അപ്പൊ ഇന്ന് ഈ കാണിച്ച ഫാൻസിയുടെ മാലകൾ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഉള്ളത്, ആ ഷെയർ എന്ന് പറഞ്ഞ ബട്ടണുമേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം, പിന്നെ ആർക്കാ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുകളിലേക്ക് പോവാൻ പറ്റുള്ളൂ. കയറി പോവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. ഞാൻ ഒരു എന്താ പറയാ, ഞാനൊന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പോ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോ ഗിഫ്റ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. അപ്പോ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.